ഇന്ന് വന്നിട്ടുണ്ടായിരുന്ന ഓർഡർ സൗദിയിലുള്ള ഹസ്ബൻഡ് നാട്ടിലുള്ള വൈഫിന് കൊടുക്കുന്ന ബർത്ത്ഡേ സർപ്രൈസ് ആണ്. ആൾ എന്നെ കോൺടാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഇഷ്ടത്തിന് ചെയ്തു. അതുകൊണ്ട് തന്നെ ഗേൾസിന് ഇഷ്ടപ്പെടുന്ന ഒരു തീമിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആക്സസറീസ്, ഫ്രഞ്ചീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ആക്കിയിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെയൊക്കെ മേളിലായിട്ട് ഒരു പെർഫ്യൂം സെറ്റും വാച്ചും കുറച്ച് ചോക്ലേറ്റ്സും 2-3 ഫ്ലവറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബൊക്കയും കൂടെ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് സർപ്രൈസ് ആയിട്ട് നമ്മൾ തന്നെ കൊണ്ട് കൊടുക്കണമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് കുറച്ചധികം ദൂരം ഉണ്ടായിരുന്ന ലൊക്കേഷനിലേക്ക്. ഞങ്ങളുടെ വീട് ആലപ്പുഴയും സാധനം കൊടുക്കേണ്ടത് വൈക്കം തലവലപ്പറമ്പിലും. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നല്ല രീതിക്ക് മഴയുണ്ടായിരുന്നു. പിന്നെ നിർത്തി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറി നിന്നിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ മഴയായിട്ട് ഇച്ചിനെ കൊണ്ടുപോയത് ഇച്ചി വീട്ടിൽ നിൽക്കത്തില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളില്ലാതെ ഇച്ചി വീട്ടിൽ നിൽക്കത്തില്ല, നല്ല അലമ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ഇച്ചിനെ എടുത്തത്. ഞങ്ങൾക്ക് കസ്റ്റമർ ലൈവ് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ നോക്കി തന്നെയായിരുന്നു ഞങ്ങൾ പോയത്. ഞങ്ങളങ്ങനെ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആള് ഫുഡ് കഴിക്കുമായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആളെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആള് നല്ല രീതിക്ക് നെറ്റി നിൽപ്പുണ്ടായിരുന്നു. എന്താ സംഭവം എന്നൊന്നും മനസ്സിലാകാത്ത രീതിയിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ തന്നെ ഹാമ്പറും ബൊക്കയും കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് മനസ്സിലായി ബർത്ത്ഡേക്ക് സർപ്രൈസ് കിട്ടിയതാണെന്ന്. ഗിഫ്റ്റ് ആര് തന്നതാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴേ ആളിൻ്റെ അടുത്ത് ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളെ നല്ല രീതിക്ക് സർപ്രൈസ് ആക്കണമെന്ന്. അതുപോലെ തന്നെ നല്ല രീതിക്ക് സർപ്രൈസ് ആയിട്ടുണ്ട്. ആ മുഖത്ത് സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാം. ഗിഫ്റ്റ് ഓപ്പൺ ആക്കി നോക്കിയപ്പോഴും ആൾക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, വണ്ടിയിൽ കുലുങ്ങി അവിടം വരെ എത്തുമ്പോഴത്തേക്ക് സാധനങ്ങളെല്ലാം കുളവായി പോകാമെന്ന്. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത പോലെ തന്നെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴും. അങ്ങനെ അതെല്ലാം കൊടുത്ത് തിരിച്ച് പോകുന്ന വഴി നല്ല രീതിക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ഹസ്ബൻഡ് വൈഫിന് കൊടുക്കാനാണെങ്കിലും വൈഫ് ഹസ്ബൻഡിന് കൊടുക്കാനാണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.